ഗൈസ് ഇതാ നമ്മുടെ റൂം. ഈ റൂമിൽ നിന്ന് നമ്മൾ നേരത്തെ അടുത്ത് ഇങ്ങനെ ഒരു കർട്ടൻ ഇട്ടേക്കുവാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു പോർഷനിൽ നമ്മുടെ ബാത്റൂമും കിച്ചണും ഒക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കർട്ടൻ ഇട്ടേക്കാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിച്ച ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് കാണിക്കൂ, പിന്നെ ഹോം ടൂർ കാണിക്കൂ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഹോം ടൂറാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളിപ്പോൾ വീട് മാറി നമ്മൾ വേറൊരു വീട്ടിലോട്ടാണ് വന്ന് താമസിക്കുന്നത്. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ ഹോം ടൂറാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോവാം. ഇനി നിങ്ങളുടെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നന്ദൂസ്റ്റൻ എവിടെ, നന്ദൂസ് എന്ത് ചെയ്യുന്നതാണ്. മേഡം കളിച്ച് ചിന്തയായിട്ട് നിപ്പുണ്ട്. അപ്പം എന്നെക്കാട്ടിലും കൂടുതൽ നന്ദൂട്ടിന് അറിയും കേട്ടോ നിങ്ങൾക്ക് വീടിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും പഠിക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ്സിലാണ് താമസിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പേര് വരുന്നത് പിന്നെ പടിപ്പുരയിൽ എന്നാണ്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. താഴെ മുകളിൽ വേറൊരു ഫാമിലി താമസിക്കുന്നുണ്ട്. ഫാമിലി മാത്രമാണ് ഇതിനകത്ത് താമസിക്കുന്നത്. ഒരു കോമ്പൗണ്ടിനകത്ത് 10 അപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഫുള്ളും ഫാമിലീസാണ്. ഇതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കയറി വരുന്ന വഴി. അപ്പോൾ കണ്ടോ ഇങ്ങനെ അടുക്കടുക്കനെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിലൊരു കണ്ടോ അപ്പുറത്തെ സൈഡും ഉണ്ട് ഇപ്പുറത്തെ സൈഡും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മൾ അടുക്കായിട്ടുള്ള ഒരു പോർഷൻസിലാണ്. മുകളിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് മുകളിലത്തെ ഫാമിലിക്ക് പോകാനുള്ള ഒരു സ്റ്റെയറാണ് കേട്ടോ ഈ സൈഡിൽ കൂടി കാണുന്നത്. ഈ സൈഡിൽ കൂടെ അവർക്ക് പോകാൻ പറ്റും. അതേ മുകളിൽ ആ വീട്ടിലെ 3 നിപ്പുണ്ട്. അതുപോലെ ഇത് നമ്മുടെ വണ്ടിയാണ്. പിന്നെ നമ്മുടെ നന്ദപ്പൻ്റെ സൈക്കിൾ ഇരിപ്പുണ്ട്. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കത്തിക്കുന്ന സ്ഥലം കേട്ടോ. പേപ്പർ വേസ്റ്റ്, കരയിലെ വേസ്റ്റൊക്കെ. പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച കറ്റർ വാഴയാണ്. അതുപോലെ കിണർ. പിന്നെ എൻ്റെ സുന്ദരക്കുട്ടൻ കിടപ്പുണ്ട്. അതുപോലെ നന്ദപ്പൻ്റെ കുഞ്ഞി സൈക്കിളും എൻ്റെ വണ്ടിയെല്ലാം ഇരിപ്പുണ്ട്. വീട്ടിൽ നിന്ന് ചെറിയ ചെടികളൊക്കെ കൊണ്ടുവച്ചു. മോളെ മൾബറി പറിക്കാൻ വേണ്ടി അമരത്തിലോട്ട് കാണിക്കും കേട്ടോ. ആ അപ്പാർട്ട്മെൻറ്റിലെ ചേച്ചി നട്ടേക്കുന്ന ചെടിയാട്ടോ. പക്ഷേ ആ വീട്ടിലെ മൾബറി മൊത്തം കഴിക്കുന്നത് നന്ദൂട്ടനാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ കാറ് അതെല്ലാം കിടപ്പുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് 2 ചെടിയൊക്കെ കൊണ്ടുവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താഴത്തെ ഒരു നിലയാണ് നമ്മുടേത്. മുകളിൽ വേറെ ആൾക്കാരാണ് താമസിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇതുപോലെ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. മൊത്തം ഈ ഒരു കോമ്പൗണ്ടിനകത്ത് 10 അപ്പാർട്ട്മെൻറ്റ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിനകത്തോട്ട് കയറാം. ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാല് വെക്കുന്നത് നമ്മുടെ ഹാളിലോട്ടാണ് കേട്ടോ. അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഹാളാണ് ഫസ്റ്റായിട്ട് നമുക്കുള്ളത്. അപ്പോൾ സാധനം കൂടുതലും സ്ഥലം കുറവായതുകൊണ്ട് സാധനങ്ങൾ ഇങ്ങനെ അടുക്കി പറക്കി ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ദിവാങ്കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നന്ദപ്പൻ്റെ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. TV, പിന്നെ കുട്ടി കുട്ടി ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വിളക്ക് കത്തിക്കുന്ന ഏരിയയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ടോയ്സൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കൺമണിയുടെ പ്രോഡക്ട്സുകളൊക്കെ വെച്ചേക്കാണ്. നമ്മുടെ ഓയില് പ്രോഡക്ട്സ്, കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. പിന്നെ ഇത് നന്ദൂട്ടൻ്റെ കുറച്ച് ട്രോഫിയും നമ്മുടെ പ്ലേ ബട്ടണൊക്കെ വെച്ചേക്കാണ്. ഞാൻ ഇതുവരെയും പ്ലേ ബട്ടൺ ഇങ്ങനെ തൂക്കാതെ വെച്ചേക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് സ്വന്തം വീട്ടിൽ പ്ലേ ബട്ടൺ ഇങ്ങനെ തൂക്കി ഇങ്ങനെ വെക്കണമെന്നുള്ളത്. അപ്പം ഇത് വെക്കുമ്പോൾ ഞാൻ എൻ്റെ പ്ലേ ബട്ടൺ എല്ലാം ഇങ്ങനെ നിർത്തി വെക്കും. അതാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ പ്ലേ ബട്ടൺ ഇങ്ങനെ കാണിക്കാതെ ഇങ്ങനെ ബോക്സിൽ തന്നെ വെച്ചേക്കുന്നത്. പിന്നെ അതേ മുകളിലിരിക്കുന്ന എന്തോ ഏറ്റവും മുകളിൽ വെച്ചേക്കുന്നത് പിണങ്ങിയോ? മാമനും മോളും തമ്മിൽ പിണങ്ങിയോ? മൾബറിയൊക്കെ കിട്ടിയല്ലോ, എന്തോ പ്രശ്നം? ഇനി മുകളിലുണ്ടോ? മാമ അത് പിച്ചി തന്നില്ലേ പൊന്നിന്? അമ്മ പിച്ചി തരാം കേട്ടോ. അത്രയേ ഉള്ളൂ, സാരമില്ല, അമ്മ പിച്ചി തരാം കേട്ടോ. അവൾക്ക് മൾബറി വേണം. അങ്ങനെ മുകളിൽ നന്ദപ്പൻ്റെ കുറച്ച് ടോയ്സൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മളൊരു ഫാമിലി ഫോട്ടോ വെച്ചിട്ടുണ്ട്. അടുത്തരാം. സ്നോ സ്പ്രേയോ പോടാ. അത് കഴിഞ്ഞ് നമ്മളിത് ഇവിടെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത്. കണ്ടോ, ഇത് നമ്മൾ കയറി വന്ന പോർഷൻ. ഇതാണ് നമ്മുടെ ഹാള് അല്ലേ. അടുത്തന്നെ നമ്മുടെ റൂമിൽ പോവാം. റൂം കൊണ്ട് കാണിച്ചേ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞത് ഇത് നമ്മുടെ റൂമാട്ടോ. നന്ദുവിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും റൂമാണ്.
ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ. അപ്പം ഈ റൂമിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ ബാത്റൂം കാണിക്കാടാ ഗൈസേ. ഇത് ചെറിയൊരു കബോർഡാണ്. ഇതിനകത്ത് നന്ദൂസിൻ്റെയും എൻ്റെയും ചേട്ടൻ്റെയും ഡ്രസ്സുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ നന്ദപ്പൻ്റെയാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ബാഗാണ്. അഴുക്കൊക്കെ ഇട്ടിരിക്കുന്നത്, പശയാണെന്ന് തോന്നുന്നു. ഈ ബാഗിനകത്താണ് ഫോണും വെച്ച് ഞാൻ ഏത് സ്ഥലത്ത് പോയാലും ഈ ബാഗൊന്നും കൊണ്ടേ പോകുള്ളൂ കേട്ടോ. ചെറിയ ഫ്രെയിമുണ്ട്. ഇതിൻ്റെ മണ്ടയിൽ മൊത്തം ടോയ്സാണ് കേട്ടോ. ഈ കള്ളിപ്പാറുണ്ട് ടോയ്സ്. ബാത്റൂം കാണിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പിന്നെ ബെഡാണ്. പിന്നെ ഇത് നമുക്ക് കൊലാബ് ചെയ്യാൻ വേണ്ടി കിട്ടിയ ഒരു പില്ലോ ആയിരുന്നു, പ്രഗ്നൻസി പില്ലോ. ഇതും കെട്ടിപ്പിടിച്ചാണ് നമ്മുടെ നന്ദൂസ് കിടക്കുന്നത് കേട്ടോ. ഞങ്ങളും ചേട്ടൻ ഈ മൂലയ്ക്ക് കിടക്കും, അല്ല അവൾ അങ്ങറ്റത്തെ പിടിച്ച് കിടക്കുള്ളൂ. പിന്നെ ഇത് നന്ദുവിൻ്റെ കുറച്ച് ഹെയർ അക്സസറീസ്, കമ്മല്, വള, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ ഒരു ഇത് മൊത്തം. പിന്നെ ഇതിൻ്റെ കുറച്ച് മേക്കപ്പ് ബ്രഷ്, ഇത് നമ്മുടെ കൺമണി ഹെയർ ഓയിലാണ്. ഇതിലും കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെയാണ്, കമ്മലും സാധനങ്ങളൊക്കെ. ഈ നന്ദുവിൻ്റെ സ്റ്റഡി ടേബിളാണ്. ഇത് ഇതുവരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാര്യം ഇനി അയാൾ സ്കൂളിലൊക്കെ പോയി സെറ്റ് ആകുമ്പോൾ ഇനി അത് യൂസ് ചെയ്തോളൂ, അല്ലേ എന്തോ. അപ്പം ഇതാണ് നമ്മുടെ ബാത്റൂം കാണിക്കാനാണ് അവൾക്ക് ധൃതി. ആ അത് ബാത്റൂമോ? ഏത്? ഇതാ നമ്മുടെ റൂം. ഈ റൂമിൽ നിന്ന് നമ്മൾ നേരത്തെ അടുത്ത് ഇങ്ങനെ ഒരു കർട്ടൻ ഇട്ടേക്കുവാണ്. കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു പോർഷനിൽ നമ്മുടെ ബാത്റൂമും കിച്ചണും ഒക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കർട്ടൻ ഇട്ടേക്കാണ് കേട്ടോ. അപ്പം ആ ഭാഗത്തോട്ട് നമ്മുടെ അടുക്കള, പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് ഏരിയ ഉണ്ട്. പിന്നെ ഇത് അടുത്ത റൂമാണ് കേട്ടോ. ഈ റൂമിൽ സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ യൂസൊന്നും ചെയ്യത്തില്ല, കിടക്കത്തൊന്നുമില്ല. പിന്നെ ഇപ്പം ഇവിടെ കണ്ണൻ വെക്കേഷൻ വന്നപ്പോൾ അവ ഇവിടെ കിടക്കും, അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ മണ്ടയിൽ മൊത്തം നന്ദുവിൻ്റെ ടോയ്സാണ് കേട്ടോ, കാറും ബൈക്കും ഒക്കെ. ഈ കബോർഡ് നിറച്ച് ചേട്ടൻ്റെയും നന്ദുവിൻ്റെയും ഡ്രസ്സ് തന്നെയാണ്. ആ കുഞ്ഞു കുഞ്ഞു ബാഗുകളൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മീഷോയിൽ നിന്ന് മേടിച്ച്. അതിനകത്ത് മൊത്തം നന്ദപ്പൻ്റെ ഡ്രസ്സാണ്. ഇതും വീട്ടിലിടുന്ന ഡ്രസ്സുകളാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ 2 അലമാര, പിന്നെ ഒരു അലമാര, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ പഴയ വീട്ടിൽ കിടപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരണം. ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അലമാര വെച്ചാൽ ഈ തുണി സാധനങ്ങളൊക്കെ നമുക്ക് പെറുക്കി വെക്കാൻ പറ്റും. നന്ദുവിൻ്റെ ജീപ്പ്, പിന്നെ ഇത് പായ് മാറ്റ്, പുതിയ മാറ്റാണ്. നമ്മൾ വാസുകിയിൽ ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി എടുത്ത്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി ഇങ്ങനെ വെച്ചേക്കണം. ഈ ഒരു വലിയൊരു കബോർഡ് നിറച്ച് നന്ദപ്പൻ്റെ പ്ലാസ്റ്റിക്കിലെ ടോയ്സാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ റിംഗ് ലൈറ്റാണ്. ടോയ്സ് മൊത്തം ഇങ്ങനെ വെച്ചേക്കാണ്. സത്യം പറഞ്ഞാൽ അലമാര ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ സ്ഥലം കിട്ടുമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ റൂം. ഇത് ഞങ്ങളുടെ റൂം, ഇത് അടുത്ത റൂം. അടുത്ത് നമ്മൾ ബാത്റൂം കാണിക്കാം. ഇതേ ബാത്റൂമാണ്. ബാത്റൂം ഭയങ്കരമായിട്ടൊന്നുമില്ല. ആളുണ്ടോ? കണ്ണാ ബെസ്റ്റ് ബാത്റൂം കാണിക്കാൻ പറ്റിയ അവസ്ഥയല്ല ഗൈസ്. ബാത്റൂമിനകത്ത് കണ്ണനുണ്ട്. അപ്പോൾ കണ്ണകത്ത് കുളിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ പല്ല് തേക്കുന്ന സ്ഥലം. പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് പോകാം. അടുക്കള അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയതായിട്ട് കാണിച്ചു തരാനൊന്നും ഇല്ല കേട്ടോ, അല്ലേ നന്ദു? കുട്ടിയൊരു അടുക്കളയാട്ടോ. ഇവിടെ ഞാനിങ്ങനെ മിക്സിയും സാധനങ്ങളൊക്കെ വെക്കുന്നു. പിന്നെ അവിടെ ടിൻ ഐറ്റംസ് ഒക്കെ നിൽക്കും. പിന്നെ പാത്രം, ഇങ്ങനെ ഗ്യാസ് സ്റ്റവ്, പിന്നെ ഒരു അമ്മിക്കല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അറിയാഞ്ഞിട്ട്. പിന്നെ ചോറൊക്കെ വെക്കുന്നത് അവിടെ ആണ്. പിന്നെ ഇത് നമുക്ക് കഴുകുന്നത് നമ്മുടെ ഫ്രിഡ്ജ്. വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ ബാത്റൂമിനകത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. അത് കഴിഞ്ഞ് ഈ ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കില്ല കേട്ടോ. ബാക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇല്ല. ഇവിടെ നിന്ന് ഇതേ താഴോട്ട് നോക്കുമ്പോൾ തന്നെ കുഴിയാണ്, വലിയ കുഴിയാണ് കേട്ടോ. അടുത്ത വീട്ടിൻ്റെ കുഴിയാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് പോർഷൻ പറ്റില്ല. ഇത് നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നന്ദു ഇറങ്ങുമെന്ന് പേടിച്ച് ഞങ്ങളവിടെ അടച്ചിട്ടേക്കുവാണ് ചെയ്യുന്നത്. എപ്പോഴും ഫുൾ ടൈം ഞങ്ങൾ ആ ഒരു ഭാഗം അടച്ചിടും. കാര്യം നന്ദുവിനെ പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ. പുറത്തോട്ട് ഇറങ്ങും വീഴുകയും. അപ്പം കിച്ചൺ എന്ന് പറയുന്നതും ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു ഏരിയയാണ് കേട്ടോ. ഏത് മൾബറി തോട്ടം? മൾബറിയോ? അത് നമ്മുടെ അടുത്ത അപ്പാർട്ട്മെൻറ്റിലെ ചേച്ചിയുടെ മൾബറിയാണ്. അങ്ങനെ പറ, നിന്റെ മൾബറി തോട്ടമല്ല, അവിടുത്തെ ആൻറ്റിയുടെ മൾബറി തോട്ടം എന്ന് പറ.
ചെരുപ്പ് എന്ത് ചെയ്യുമോ? എൻ്റെ ചെരുപ്പിടാത്ത എന്താ? ഇത് നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് മൾബറി ഒക്കെ പിച്ചുന്നത്. ആ വീട്ടിലെ ആ ചേച്ചിയുടെ മൾബറിയാണ് കേട്ടോ. ചേച്ചി നട്ടേക്കുന്നത്. എവിടെ നിന്ന്? ഇതിനകത്തില്ലടാ മോനെ. ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെന്റ് താഴത്തെ നില. എന്നിട്ടൊന്നും കാണുന്നില്ലല്ലോ. അവിടെ മൾബറി ഇല്ലടെ അതിനകത്ത്. നമ്മള് കാണുമെങ്കിൽ ഞാനിവിടെ കണ്ടില്ല. നമ്മള് കണ്ടില്ല. തറ കിടക്കുന്നൊന്നും എടുക്കാൻ പാടില്ല മോനെ. പിച്ചിത്തറ പച്ച മതിയോ? എന്നാ പുളിയ. അവിടെ ഇല്ലടാ. ഇവിടെ ഇല്ലടേ. ബാത്റൂം എന്ന് പറയാൻ ചെറിയൊരു ബാത്റൂമാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വാഷിംഗ് മെഷീൻ ഈ സൈഡിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. നമ്മൾ ഇനി അത് കാണിച്ചില്ല എന്ന് വേണ്ട. ഇതിൻ്റെ സൈഡിലോട്ടും കൂടെ ഉണ്ട് റൂം. അപ്പം എത്തേ ഉള്ളൂ കേട്ടോ ബാത്റൂം. അപ്പോൾ ഗൈസ് ഇപ്പോൾ കഷ്ടപ്പെട്ടൊരു മൾബറി പറിച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടും, തിന്നാൻ പറ്റും. വേറെ നമ്മളുടെ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂർ എന്ന് പറയാനായിട്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ഇല്ല. ഒരു ഹാള് എക്സ്പ്രഷൻ ഇടാതെ തിന്നണതാണ് കേട്ടോ പറഞ്ഞേ. എക്സ്പ്രഷൻ ഇല്ലാതെ തിന്നെ. ലൈക്ക് ഷപ്രിയ. അപ്പോൾ ഞാൻ ഇന്നെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് നമുക്കിവിടെ കാണിക്കാൻ ഒന്നും തന്നെ ഇല്ല. ഈ കാണിച്ച തന്നെ ഉള്ളൂ. ഹാള് 2 റൂം, കാറ് കാണിച്ചടേ. പിന്നെ ബാത്റൂമിനകത്ത് കണ്ണനിരിക്കുന്നു. അതിനകത്ത് പ്രത്യേകിച്ചിട്ടുള്ള സൈഡിലൊരു വാഷിംഗ് മെഷീനും ഒരു ക്ലോസറ്റും പൈപ്പുകളും ബക്കറ്റും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ള കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ഇപ്പം താമസിക്കുന്ന ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് വീട്. അപ്പം നമ്മളിനി പുതിയ വീട് വെക്കണം അല്ലേ നന്ദു? നമ്മളെല്ലാം കാണിക്കും. പുതിയ വീട് വെച്ചിട്ട് വേണം അവളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് മീനും ടാങ്കും എല്ലാം വെച്ചു കൊടുക്കാൻ. അപ്പം എല്ലാം വെച്ച് തരണം. അതുപോലെ തന്നെ ഗൈസ് ഇൻസ്റ്റാഗ്രാമിലും 9th പഠിക്കുന്ന ഒരു മോൾ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ, ചേച്ചി വീട്ട് പാല് കാച്ചിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞ മോളെ എനിക്കിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ സന്തോഷം വന്നു കേട്ടോ. സത്യം അത് എഴുത്ത് പോലും കംപ്ലീറ്റ് നടന്നില്ല. നമ്മൾ അഡ്വാൻസ് കൊടുത്തു, പിന്നെ കുറച്ച് പൈസയും കൂടെ കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. എഴുത്ത് അടുത്ത മാസം തന്നെ നമ്മൾ വീട് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം വീട് വേറെ ഒന്നുണ്ട്. നന്ദൂട്ടൻ്റെ ഞങ്ങളുടെ സ്വന്തം വീട്. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളതൊക്കെ ആ വീട്ടിൽ നിന്നിട്ടാണ്. അപ്പോൾ ആ വീട് ഇതുവരെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന വീടാണ്. കുറച്ച് പാർട്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. ആ വീട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ ഞങ്ങളിപ്പം വിൽക്കാനായിട്ട് ഇട്ടേക്കാണ് ആ വീട്. അപ്പം എന്തായാലും അതും കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതിപ്പം ഇത്രയേ ഉള്ളൂ വീടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കൂടെ വസ്തു മേടിച്ചെടുത്ത് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് വീടൊക്കെ വെച്ച് ഞങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാം സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അല്ലേ നന്ദപ്പ? നന്ദൂസിന്റെ ആഗ്രഹം പോലെ അവർക്ക് പിന്നെ എന്തൊക്കെയാ ഫിഷ് ടാങ്കും അല്ലേ, സ്വിമ്മിംഗ് പൂള്, അങ്ങനെ എല്ലാവർക്കും വെക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം അല്ലേ നന്ദപ്പ? എല്ലാം നടക്കട്ടെ. എല്ലാം ഞങ്ങൾ ഡെയിലി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ വേണം. അപ്പം നിങ്ങളിനി പറഞ്ഞതുപോലെ ഡേ ഇൻ മൈ ലൈഫും പിന്നെ ഞങ്ങളുടെ ഒറിജിനൽ ഞങ്ങളുടെ വീടും എല്ലാം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വീഡിയോസിലൂടെയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടി ഹോം ടൂർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അടുത്ത വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.